ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭ മീഡിയ വിഭാഗം തലവൻ ദിയസ്കോറോസ് തിരുമേനി ദേവലോകത്ത് വെച്ച് പത്രസമ്മേളനം നടത്തി. കാര്യമാത്ര പ്രസക്തമായ ഒന്നും പറയാതെ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലായിപ്പോയി ആ പത്രസമ്മേളനം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടപടലം 3G ആയിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ലെബാനോനിൽ ബദൽ കാതോലിക്കയെ വാഴിക്കുന്നത് തെറ്റാണെന്ന് പത്രസമ്മേളനത്തിൽ എങ്ങും പറഞ്ഞുമില്ല. ആ നടപടിക്കെതിരെ ഒരു കോടതിയിലും കോടതിയലക്ഷ്യത്തിന് കേസും കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഈ വാഴിക്കൽ സഭയുടെ അറിവോടെ തന്നെയാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? കഴിഞ്ഞ സിനഡിൽ അത് ധാരണ ആയതാണെന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? സർക്കാർ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ പ്രതിനിധികളെ അയക്കുന്നത് തെറ്റായ എന്തോ സംഗതിയാണെന്ന് അങ്ങ് പറയുന്നത് കേട്ടു. സർക്കാർ ഖജനാവിൽ നിന്നും പണം എടുക്കുന്നു എന്നാണ് അങ്ങയുടെ മുതലക്കണ്ണീർ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ദേവലോകത്ത് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ചെലവ് എത്ര രൂപയായി? ചെലവായ പണം അങ്ങ് സ്വന്തം പോക്കറ്റിൽ നിന്നും കൊടുത്തോ? അതോ വിശ്വാസികൾ നൽകിയ പണമാണോ ചെലവാക്കിയത്? ഫാദർ ജേക്കബ് കൂവക്കാടിനെ 2024 ഡിസംബർ 7 കർഡിനാലായി വാഴിച്ചത് റോമിൽ വെച്ചായിരുന്നല്ലോ. അതിൽ പങ്കെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധികൾ ആയിട്ട് 7 പേരടങ്ങുന്ന സംഘം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ റോമിൽ പോയിരുന്നു. അതിൻ്റെ ചെലവ് കേന്ദ്ര സർക്കാരാണ് വഹിച്ചത്. അത് നികുതി പണമാണെന്നും അതിനാൽ അവരെ സർക്കാർ ചെലവിൽ റോമിൽ അയക്കരുത് എന്നും അങ്ങ് എന്താണ് അപ്പോൾ പറയാതിരുന്നത്? ഈ മാധ്യമങ്ങളെല്ലാം അപ്പോഴും കോട്ടയത്ത് ഉണ്ടായിരുന്നല്ലോ. അങ്ങയുടെ ധാർമ്മികത അപ്പോൾ കുണ്ടറയിൽ വെച്ചിട്ടും എടുക്കാൻ മറന്നുപോയിരുന്നു. അങ്ങ് കേരള സർക്കാരിനെ വിമർശിച്ച ദിവസം സഭയെ പ്രതിനിധീകരിച്ച് ദിമിത്രിയോസ് തിരുമേനിയും മറ്റൊരു തിരുമേനിയും റോമിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണല്ലോ. അവരുടെ ചെലവ് ആരാണ് വഹിക്കുന്നത്? സഭയല്ലേ തിരുമേനി അവരുടെ ചെലവ് വഹിക്കുന്നത്? ആ പണം ആരുടേതാണ്? ഈ സഭയിലെ അത്താഴ പട്ടിണിക്കാരൻ കൂടി തന്ന പിരിവിൽ നിന്നും എടുത്തതല്ലേ? ഇതിൽ അങ്ങയുടെ ധാർമ്മികത എവിടെ? കുണ്ടറയിൽ നിന്ന് വീണ്ടും എടുക്കാൻ മറന്നുപോയോ? 2024 ജനുവരി 1-നും 2025 മാർച്ച് 15-നും ഇടയിൽ ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് റോമിലേക്ക് മാത്രം 10 വിവിധ ഗ്രൂപ്പുകൾ പോയിട്ടുണ്ട്. ഈ ചെലവുകളെല്ലാം എടുത്തിരിക്കുന്നത് സഭയിലെ പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം നൽകിയ കാണിക്കയിൽ നിന്നുമാണ്. ഈ 10 ഗ്രൂപ്പുകൾ കൊച്ചിയിൽ നിന്നും റോമിൽ പോയി തിരികെ വരാൻ എല്ലാം കൂടി 1.5 കോടിയോളം രൂപയാണ് സഭയിൽ നിന്നും എടുത്തിരിക്കുന്നത്. ഇതിൽ അങ്ങേക്ക് അല്പം പോലും വിഷമവും അമർഷവും ധാർമ്മിക രോഷവും തോന്നുന്നില്ലേ? അപ്പോൾ സർക്കാരിൻ്റെ ചെലവിനോർത്ത് മാധ്യമങ്ങളുടെ മുൻപിൽ കരഞ്ഞത് വെറും നാടകമായിരുന്നല്ലേ? അങ്ങ് ആശമാരുടെ സമരത്തിൽ വളരെ ദുഃഖിതനാണെന്ന് പറയുന്നത് കേട്ടു. അതിൽ ഓർത്തഡോക്സ് സഭാംഗം ആയ ഒരു ആശയോ ബന്ധുക്കളോ മരിച്ചാൽ അങ്ങയുടെ സ്വഭാവം അനുസരിച്ച് ആ വീട്ടിൽ പോകില്ല. പോയാൽ 15,000 മുതൽ 2,50,000 രൂപ വരെ കൈക്കൂലി കിട്ടണം. പിന്നെ ആർഭാട ഭക്ഷണവും. ഈ ചെലവ് ഓർത്ത് സാധാരണ വിശ്വാസികൾ ആരും അങ്ങയെ വിളിക്കില്ല. ഈ വാങ്ങുന്ന പണത്തിന് അങ്ങ് ടാക്സ് GST ഒന്നും കൊടുക്കാതെ സ്വന്തം പോക്കറ്റിൽ വെക്കുകയല്ലേ പതിവ്, അതായത് ബ്ലാക്ക് മണി. ഇങ്ങനെ സർക്കാരിനെ കബളിച്ച് ഓരോ മാസവും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന തിരുമേനിക്ക് സർക്കാർ പ്രതിനിധികളെ ലെബനോനി അയക്കുമ്പോൾ മാത്രം എവിടെ നിന്നാണ് ഇത്ര ധാർമ്മികത ഉയർന്നു വരുന്നത്? ഒരു ജനപ്രതിനിധി ഇതേ മരണ വീട്ടിൽ പോയാൽ 1 രൂപ കൈക്കൂലി വാങ്ങില്ല. വീട്ടുകാർക്ക് വണ്ടിക്കൂലി, ഭക്ഷണം, കൈക്കൂലി തുടങ്ങി ഒരു ബുദ്ധിമുട്ടും വരുത്താതെ അവർ പോകും. നിങ്ങളോ? ഇതുകൊണ്ടാണ് ജനപ്രതിനിധികൾക്ക് സർക്കാർ ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. 2 കാലിലും മന്തുള്ളവൻ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് ചെരുപ്പിടാതെ റോഡിലൂടെ പോകുന്നവനെ കളിയാക്കുന്നത് പോലെ തോന്നി ദിയസ്കോറോസ് തിരുമേനി സർക്കാരിനെ വിമർശിച്ച് നടത്തിയ പത്രസമ്മേളനം. കൂട്ടുപിടിച്ച് അടുത്തിരുത്തിയ വൈദിക ട്രസ്റ്റിയും റീഷും നല്ല നടന്മാരാണ്.